സാധാരണ ജീവിതത്തിൽ അപവാദവും ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാത്തവർ തീരെയില്ല എന്ന് തന്നെ പറയാം. അതാണ് ലോക സ്വഭാവം. എന്നാൽ രാമായണത്തിൽ ഒരു കളങ്കവും ആരോപിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹനുമാന്റേത്. വ്യാവഹാരികമായി നിരന്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് കൂടി ഹനുമാന്റെ സ്വഭാവ മഹിമയെ ആരും ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അജാതശത്രുവായിരുന്നു മാരുതപുത്രനായിരുന്ന ഹനുമാൻ. ആഞ്ജനേയനെ പൂജിച്ചാൽ എല്ലാ ദേവതമാരെയും പൂജിക്കപ്പെടുന്നു എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. ലൗകികവും അലൗകികവുമായ സകല ശക്തികളുടെയും ഉടമയായ ശ്രീ ഹനുമാൻ ശൈവർക്കും വൈഷ്ണവർക്കും ഒരുപോലെ പൂജനീയനാണ്. രുദ്രാവതാരം എന്ന നിലയിൽ ശൈവരും വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ദാസൻ എന്ന നിലയിൽ വൈഷ്ണവരും ഹനുമാനെ ആരാധിക്കുന്നു. ദേവി ഉപാസകരായ ശാക്തേയരും ഹനുമാനെ ആരാധിക്കുന്നതായി പുരാണ കഥകളിൽ വ്യക്തമാക്കുന്നു. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ധ്യാനമാർഗം തുടങ്ങി ആത്മീയ ശാസ്ത്രങ്ങളിൽ കാണുന്ന എല്ലാ സാധനകളുടെയും മൂർത്തിഭാവമാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ആഞ്ജനേയനെ സ്വാമി വിവേകാനന്ദൻ മഹാവീർ എന്ന് വിളിച്ച് പ്രകീർത്തിച്ചത്.